ഫസ്മിന എന്ന് പേര്, മാനിപ്പുലേഷന്റെ പീക്ക്, പന്നപ്പൂന്തേനരുവി. നിനക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ആണ് മോളെ. കൈയടി മുഴുവൻ തീർക്കണ്ട. എന്ത് കലക്കണം അവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ കലക്കും. എന്നാ നീ പോയി അപോഷം ചെയ്യടാ. എന്ന് വെച്ചാ ഫ്ലാഷ് ബാക്ക്. ഫസ്മിന ലല്ലു വിഷയത്തിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും ഫസ്മിനയ്ക്ക് ഉത്തരവില്ലാതെ വന്നപ്പോ ഇപ്പൊ ഫസ്മിനയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടേക്കൊന്നു എന്നെ തെറി വിളിച്ചുകൊണ്ട്. നമ്മുടെ വീഡിയോ കൊണ്ട് ഇത്രയും പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കൊണ്ടല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ആദ്യ സംഗതി ഒന്ന് കലങ്ങട്ടെ, സമയമാകുമ്പോ നമുക്ക് പോയി കൊളാക്കാം. വേറെ ചില പട്ടി നായക്കാട്ടം യൂട്യൂബേഴ്സ് ഉണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ദം റീച്ച് എനിമോർ. ആരും സംശയിക്കേണ്ട, അത് ഞാൻ തന്നെയാണ്, എന്നെ പറ്റിയാണ് പറഞ്ഞത്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിന്നേക്കാൾ യൂട്യൂബിൽ ഫേസ് വാല്യൂ എനിക്കുണ്ട്, അത് ആദ്യം നീ മനസ്സിലാക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് 1 ലൈവ് 3 സ്റ്റോറി 1 റീല് എന്റെ പേരിൽ ഇട്ടവളാണ് വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത്. ഒന്ന് ആലോചിച്ചു. ചൈന ഭാഷ പറയുന്നോടാ. പിന്നെ എച്ചിൽ പട്ടി. അപ്പൊ നമ്മളെയൊക്കെ എച്ചിൽ പട്ടി എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നിന്റെ കണ്ടന്റ് എച്ചിലാണ്, നീ തന്നെ സമ്മതിച്ച പോലാണ്. എന്റെ ഒരു വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ ആണെങ്കിൽ ഓക്കെ, കണ്ടന്റ് എനിക്ക് മനസ്സിലാവും. പക്ഷെ 4 എണ്ണമൊക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ച് റീച്ചിനാന്ന് നമുക്കും തോന്നൂലേ? സ്വാഭാവികം. നീ എങ്ങനെ റീച്ച് ആയത്? അത് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ പാസ്റ്റ് നിനക്ക് ഓർമ്മയുണ്ടോ? ആദ്യം അവന്റെ തൊപ്പി എന്ന് പറയുന്ന അവന്റെ കാമുകയായിട്ട് ഇരുന്നിട്ട് അവന്റെ ജീവിതത്തിൽ കയറി, അവന്റെ സ്ട്രീമിനകത്ത് കയറി ഇരുന്നിട്ട് അങ്ങനെ 4 ആളെ അറിഞ്ഞല്ലോ നിന്നെ 4 പേര് അറിയാൻ തുടങ്ങിയത്. എടാ മുത്തേ, ഒന്നും പറയാനില്ല മുത്തേ, ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാ നിന്റെ മുന്നില്. കുറച്ചേന്റെ ചിരി മായും. അല്ല, എന്ത് വർത്തന അത്തിയോടും പറഞ്ഞു പോയി. കാര്യാക്കണ്ട നിങ്ങളെല്ലാം കേട്ടല്ലേ. ഇപ്പൊ ആദ്യം തൊപ്പിയ ഊംഫിച്ച് കുറെ നാള് അവള് റീച്ച് ഉണ്ടാക്കി. ഇപ്പൊ ലല്ലുയെ ഊംഫിച്ച് ഇപ്പൊ റീച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തന്മാരുടെ ലൈഫിലോട്ട് ചെന്ന് കയറി അവന്മാരെ ഊംഫിച്ചല്ലോ നീ റീച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അയ്യോ, കണ്ണും ചെവി പൊത്തിക്കോളിയും കുഞ്ഞാടുകളെ. എന്നിട്ട് എന്നെ വന്നിട്ട് തൊലിക്കുന്ന. സ്റ്റിൽ നിന്നെ തൊപ്പിയുടെ എക്സ് നല്ലി വഴി അറിയപ്പെടുന്നേ. സ്റ്റിൽ നീ ഇനി 10-50 കെട്ടി കഴിഞ്ഞാലും നീ തൊപ്പിയുടെ എക്സ് തന്നെ. അതാണ് നിന്റെ ടാഗ്ലൈൻ, നിന്റെ ഐഡന്റിറ്റി അതാ. അല്ല നിന്റെ കുടുംബ പേരിലോ അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ പേരിലോ ഒന്നും അല്ല നീ അറിയപ്പെടുന്നത്, അല്ല നിന്റെ പേരിലോ അല്ല അറിയപ്പെടുന്നത്. കണ്ടവന്മാരുടെ ഔദാര്യം കൊണ്ട് റീച്ചായ നീ എന്നിട്ട് എന്നെ കൊണദോഷിക്കുന്നു, റീച്ചിനെ പറ്റി എന്നെ പഠിപ്പിക്കുന്നു. അത്രയും ക്യാരക്ടർലെസ് യൂട്യൂബ് ചാനൽ. ഞാൻ എന്റെ ഭർത്താവിന്റെ കുറിച്ച് തന്നെങ്കിലും ഇടാം, പറയുന്നതിന് ഇടാം. ഓക്കെ എന്റെ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്, ഉറപ്പാ നിന്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ചു മരിക്കും. കുൽസിതം മാത്രമേ ഉള്ളൂ. ഭർത്താവിന്റെ കുൽസിതം എത്ര പ്രൗഡായിട്ടാ പറഞ്ഞത് നോക്കിയേ. ആസനത്തിൽ ഒരു മാവ് കിളിച്ചാല് അതിനകത്ത് മാങ്ങ പറിച്ച് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു ശവം ആ ഗണത്തിൽ പെടുത്താം. സ്വന്തം ഭർത്താവിനെ പറ്റിയാണ് ഞാൻ കുൽസിതം പറഞ്ഞ് നടക്കുന്നത്. അതും ഭയങ്കര അന്തസ്സോടാ പറയുന്നത്. ആണുങ്ങളില്ലാത്ത സമയത്തുള്ള സഹവാസം വേണ്ടാന്ന് വെച്ചാ പോരെ. നല്ല സത്യമായിട്ട് അത് ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ആൾക്കാർ പറഞ്ഞുണ്ടാക്കണമെന്നല്ല, അതിന്റെ സ്വഭാവം ശരിക്കും അതന്നെ, അല്ലാണ്ട് വെറുതെ ആൾക്കാർ പറയുന്നില്ലത്. അവന്റെ ഒക്കെ ഒരു കൊണച്ച കോമഡി എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു കേറി. ഈ ഫസ്റ്റ് പറഞ്ഞ ഈ എച്ചിപ്പട്ടി, ഈ വാണാല് ഞാനൊരു സ്റ്റോറി ഇട്ടവരെ എന്നെ വാണം എഗെയിൻ വേണം. എടി നിനക്ക് കിട്ടിയൊന്നും മതിയാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വാണത്തിനോട് ഇത്ര താല്പര്യമാണോ, ഇത്ര കൊതിയാണോ നിനക്ക്? ഞാനൊരു സ്റ്റോറി ഇട്ടവരെ എന്നെ അത്രയും അഡിക്ഷൻ ആണ്. എന്താ പിന്നെ നീ അപരാധം പറഞ്ഞുകൊണ്ട് എന്നെ തെറി വിളിച്ച് സ്റ്റോറി ഇടുമ്പോൾ ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കുക. ഇത് ഈ എടുക്കുന്ന ക്യാമറ, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ക്യാമറ എന്റെ ആയിപ്പോയി. അല്ലെങ്കിൽ പണ്ട് തൊപ്പിയിലെ ക്യാമറ നോക്കി തുപ്പിയല്ലേ മോന്തൊക്കെ ഞാൻ തുപ്പി തന്നേനെ. അഡിക്ഷൻ തീട്ടന്മാരത്തില്ല പോലും നിന്റെ അഡിക്ഷൻ എന്നൊന്നും പറഞ്ഞേക്കല്ല എന്റെ പൊന്നുമോളെ. സഹിക്കാൻ പറ്റൂല. എടാ, ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നതാടാ. എടാ, അമ്മാതിരി കഥ അവന്മാർ അടിച്ചിറക്കുന്നത്. വെരി ഗുഡ് പേഴ്സൺ. ഞാൻ എക്സിനെ പറയുന്നതല്ല, തൊപ്പി വെച്ച വേറൊരു വാണം. ഓക്കെ, ആ വാണത്തിന് മനസ്സിലായിട്ടുണ്ടാവും, ആ വാണം വീഡിയോ കാണുമെന്ന് അറിയാം. സോ ആ വാണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ കണ്ടന്റ് എറിഞ്ഞു തരാം. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. പുണ്യം ചെന്ന മാതാപിതാക്കൾ ഇങ്ങനെയുള്ള ഒരുത്തിയെ പടച്ചു വിട്ടതിന്. ഇവിടെ വീഡിയോ കാണുന്ന പെൺകുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന സ്പെസിമെൻ. അത്രയും സ്വഭാവ ഗുണമുള്ള വ്യക്തി. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ.